കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖനെതിരെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. കൊയിലാണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എലത്തൂർ പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 490 പേജുള്ള കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് വൈശാഖ് പെൺകുട്ടിയെ കൊലപ്പെടുത്തി മയക്കുമരുന്ന് നൽകിയ ശേഷമാണെന്നും കൊലപാതക ശേഷം മൃതദേഹത്തെ ബലാത്സംഗം ചെയ്തതടക്കമുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കൂടി ഈ പറഞ്ഞ കുറ്റപത്രത്തിലുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. ബന്ധുവായ യുവതിയുമായുള്ള ബന്ധം കുടുംബം അറിയുമോ എന്നുള്ള ഭയമാണ് വൈശാഖനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. 26-കാരിയെ തന്റെ ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞാണ് തടമ്പാട്ടുതാഴം സ്വദേശിയായ വൈശാഖൻ യുവതിയെ തന്റെ ജോലിസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്. ശേഷം മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി. യുവതി കഴുത്തിൽ കുരുക്കിട്ടതോടെ വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റുകയായിരുന്നു. അവിടെയും തീർന്നില്ല വൈശാഖന്റെ ക്രൂരത. മൃതദേഹത്തെ പോലും അയാൾ വെറുതെ വിട്ടില്ല. യാതൊരു ദയവുമില്ലാതെ മൃതദേഹത്തെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. ശേഷം ഭാര്യയെ വിളിച്ചു വരുത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരണം ആത്മഹത്യയാക്കി തീർക്കാനായിരുന്നു വൈശാഖന്റെ പദ്ധതി. എന്നാൽ CCTV വൈശാഖന് കുരുക്കായി. വൈശാഖന്റെ ക്രൂരതകളെല്ലാം ഇൻഡസ്ട്രിയിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. അത് ഒഴിവാക്കാൻ അയാൾ മറന്നു. ഇതോടെ വൈശാഖന്റെ കയ്യിൽ വിലങ്ങു വീണു. വയസ്സ് മുതൽ തന്നെ വൈശാഖൻ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്ന യുവതിയുടെ അയറിക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകൾ കൂടെ വൈശാഖനെതിരെ ചുമത്തി. യുവതി വൈശാഖനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നിരന്തരമായി വിവാഹ അഭ്യർത്ഥന നടത്തിയതോടെ കല്ലായിലെ സെന്ററിൽ എത്തിച്ച് കൗൺസിലിംഗ് നൽകി. തന്റെ ജീവൻ അപായമുണ്ടെന്ന് കാണിച്ച് യുവതി കൗൺസിലർക്ക് സന്ദേശം അയച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയായിരുന്നു കൊലപാതകം. എന്നാൽ യുവതിക്കൊപ്പം മരിക്കാൻ കഴിയാത്തതിൽ കുറ്റബോധമുണ്ടെന്നും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെന്നുമാണ് വൈശാഖൻ തെളിവെടുപ്പ് സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്ന് കരുതി തള്ളിക്കളയുമെന്ന് വൈശാഖൻ കരുതിയ കൊലപാതകം അതിവിദഗ്ധമായി എലത്തൂർ പോലീസ് തെളിയിച്ചു. 490 പേജുകളുള്ള കുറ്റപത്രം കൊയിലാണ്ടി CJM കോടതിയിൽ സമർപ്പിച്ചു. വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.